ഓനിയോ മാനിയ എന്നാൽ ഓനിയോ എന്ന് പറയുന്നത് ഗ്രീക്ക് പദമാണ്. വിൽക്കാനുണ്ട്, വാങ്ങാനുണ്ട് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. മാനിയ എന്ന് പറയുന്നത് മാനസിക വിഷയം, മാനസിക പ്രശ്നം. അപ്പോൾ ഓനിയോ മാനിയ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള വാങ്ങിക്കാനുള്ള ടെൻഡൻസി, പ്രവണത, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം വെറുതെ വാങ്ങുക, വാങ്ങിച്ചു കൂട്ടുക. ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ, ഒരു എക്സൈറ്റ്മെൻറ്റ് സ്റ്റേറ്റ് ഉണ്ട്. കാരണം ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു ഹാപ്പി ഹോർമോണിൻ്റെ അതിപ്രസരം എന്തെങ്കിലും വാങ്ങിക്കഴിയുമ്പോൾ കിട്ടുന്ന, എന്നാൽ അവർക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതല്ല. അപ്പം ഇത് വളരെയധികം ഗൗരവമായിട്ട് എടുക്കേണ്ട, കാണേണ്ട, ചികിത്സിക്കപ്പെടേണ്ട വിഷയമാണ് ഓനിയോ മാനിയ. കാരണം നമ്മുടെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഇത്തരം വ്യക്തികളിൽ ഒരുപക്ഷെ കുഞ്ഞുനാളിൽ ഇവർക്കുണ്ടായിരിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ആഘാതം, അല്ലെങ്കിൽ ഇവർക്ക് ലഭിച്ചിട്ടുള്ള അവഗണന, ഇവരെ ശ്രദ്ധിക്കാതിരിക്കുക, പിന്നെ ഇന്നേ കാലത്ത് ആധുനികമായിട്ടുള്ള ലോകത്തിൽ മെറ്റീരിയലിസം, പരസ്യങ്ങളിലൂടെയും മറ്റും ഇതുണ്ടെങ്കിലേ ഒരു അക്സെപ്റ്റൻസ് ഉള്ളൂ, അംഗീകരിക്കലുള്ളൂ എന്ന ഒരു കാര്യം കൂടി ഇതിനകത്ത് ഉണ്ട്. അപ്പം ബയോളജിക്കൽ ഫാക്ടറുണ്ട്, സൈക്കോളജിക്കൽ ഫാക്ടറുണ്ട്, എൻവയറമെൻ്റൽ ഫാക്ടറുണ്ട്. അപ്പോൾ സൊസൈറ്റിയിലെ ഇൻഫ്ലുവൻസും കൂടി ഇത്തരം അമിത പർച്ചേസ് ഉണ്ട്. ഇത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഗൗരവമായി തന്നെ കാണേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും നമുക്കിതിന് സൈക്കോ തെറാപ്പി ഉണ്ട്. ഇത് മാറ്റിയെടുക്കാനുള്ള ടെക്നിക്സ് ഉണ്ട്. സിമ്പിളായിട്ട്, സേഫായിട്ട്, സുരക്ഷിതമായിട്ട് ഒരു വ്യക്തിയിൽ എന്തുകൊണ്ടാണ് ഈ അമിതത്വം ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൂട്ടുക, വാങ്ങിക്കൂട്ടി വെക്കുക എന്നുള്ള ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഡിപ്രഷനുണ്ട്, അല്ലെങ്കിൽ ഉത്കണ്ഠയുണ്ട്. ഇവരുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ശൂന്യതയുണ്ട്. അത് ഇവർ നിറയ്ക്കാൻ വേണ്ടിയാണ് ഈ സാധനങ്ങൾ മേടിച്ചിടുന്നത്. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, വിമർശിച്ചിട്ട് അർത്ഥമില്ല. അതിൻ്റെ കാരണം നമുക്ക് എവിടെ മുതലാണ് ഇത് തുടങ്ങിയത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ പെരുമാറുന്നത്, എന്തുകൊണ്ട് അവർക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇത് മേടിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുറ്റബോധവുമാണ്. പക്ഷെ വേണ്ടായിരുന്നു, എന്തിനാ ഇത്രയും മേടിച്ചത്, ഉപയോഗമില്ലല്ലോ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച മേടിച്ചുള്ളൂ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മേടിച്ചതല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എനിക്ക് പ്രയോജനമില്ലല്ലോ. പിന്നീടേ അവർ ചിന്തിക്കുകയുള്ളൂ. ഇൻസ്റ്റൻ്റായിട്ട്, സ്പോണ്ടാനിയസ് ആയിട്ട് ഈ വാങ്ങുന്ന പ്രവണത അവർക്കുണ്ടാകുന്നത് അവർക്ക് ആ സമയത്ത് അവർക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല. അതാണ് ഓനിയോ മാനിയ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, വിഷയമാണ് മനുഷ്യ മനസ്സിന്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടെങ്കിൽ, മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധത്തിലുള്ളവർക്ക് ഈ മാറ്റം കൊണ്ടുവരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്നെ സമീപിക്കാം. ഞാൻ സൈക്കോളജിസ്റ്റ് നാഗരാജാണ്. കൊല്ലം അയത്തിൽ മെഡിറ്റേണ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. എന്ത് പ്രവണത, ഏത് ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിലും അതിൻ്റേതായ അടിസ്ഥാനം ഒളിഞ്ഞു കിടക്കുന്ന മാനസികാവസ്ഥയുണ്ട്. അത് നമുക്ക് കണ്ടെത്താം. അതിനുള്ള മാർഗങ്ങളുണ്ട്. സേഫായിട്ട്, സുരക്ഷിതമായിട്ട്, ഒരു മരുന്നുമില്ലാതെ വരിക. നമുക്ക് സ്വന്തമായിട്ട് മുഖത്തലയിൽ സെൻ്ററുണ്ട്, NP സ്കൂൾ ഓഫ് തോട്ട്സ്. 9605743596. ഓനിയോ മാനിയ മാറ്റേണ്ടതാണ്. വരിക. വെൽക്കം.